2000 ഫെബ്രുവരി 24 ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി. ജ്ഞാനദളം 243. പുകഴ്ത്തുന്നതിലുള്ള നൈപുണ്യം. നിങ്ങൾ പലപ്പോഴും സ്തുതിക്കുന്നത് വേറെ വല്ലവരെയും താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ്. ഒരാളെ സ്തുതിക്കാൻ വേണ്ടി നിങ്ങൾ വേറൊരാളെ താഴ്ത്തും. മാത്രമല്ല, ആരുടെയെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി നിങ്ങൾ മറ്റൊരാളെ സ്തുതിക്കും. ചിലർക്ക് സ്തുതിക്കാൻ പിശുക്കാണ്, ചിലർക്ക് സ്തുതിക്കാൻ നാണമാണ്, ചിലർക്ക് സ്തുതിക്കാൻ ശീലമില്ല. ബാക്കി ചിലരാകട്ടെ സ്തുതിക്കുന്നത് കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടാ. ചിലർ ഉദ്ദേശം വെച്ച് സ്തുതിക്കും, ചിലർ ഉയർത്താൻ വേണ്ടി മാത്രം സ്തുതിക്കും. ചിലർ സ്വന്തം ആത്മാഭിമാനക്കുറവ് ഒളിപ്പിക്കാൻ സ്വയം സ്തുതിക്കും. മറ്റുള്ളവർ തങ്ങളെ സ്തുതിക്കണമെന്നാണ് വേറെ ചിലർ പ്രതീക്ഷിക്കുക. സ്തുതിക്കുക എന്നത് മഹനീയമായ ഒരു സദ്ഗുണമാണ്. എന്നാൽ അതിനെ മുഖസ്തുതിയുമായി കൂട്ടിക്കലർത്തരുത്. സ്വന്തം പ്രവൃത്തി ചെയ്തു കിട്ടാൻ പലപ്പോഴും ആളുകൾ മുഖസ്തുതി പ്രയോഗിക്കും. എന്നാൽ ശരിയായ സ്തുതി വരുന്നത് അഗാധമായ ആസ്വാദനത്തിൽ നിന്നാണ്. എന്നാൽ ശരിയായ സ്തുതി ഉദിക്കുന്നത് ചേതനയുടെ വികാസാവസ്ഥയിലാണ്. വികാസാവസ്ഥയിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്വാഭാവികം മാത്രമാണ്. സാധാരണയായി അഭിമാനം, അത്യാർത്തി എന്നിവയിൽ നിന്നാണ് സ്തുതി ഉത്ഭവിക്കുന്നത്. ചേതനയുടെ ഉന്നതാവസ്ഥയിൽ നിന്ന് വരുന്ന സ്തുതി ഉയരുന്നത് പൂർണ്ണമായ അവസ്ഥയിൽ നിന്നാണ്. സ്തുതി ചേതനയെ ഉയർത്തുമെന്നും ഉത്സാഹവും ഊർജവും വളർത്തുമെന്നും സംശയമില്ല. അതേസമയം അത് അഹങ്കാരത്തെ സൃഷ്ടിക്കുകയും ചെയ്യും. സ്തുതി ഒരു നൈപുണ്യമാണ്. ആരെങ്കിലും നിങ്ങളെ സ്തുതിക്കുമ്പോൾ സങ്കോചമില്ലാതെ അത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റാറുണ്ടോ? സങ്കോചം കൂടാതെ സ്തുതി സ്വീകരിക്കുന്നതും ഒരു നൈപുണ്യമാണ്. ജയ് ഗുരുദേവ്.